ആസ്മ രോഗികൾ ചികിത്സ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി ഇൻഹേലർ ചികിത്സ എടുക്കുക എന്നതാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന അതേ ഡോസിലും കാലയളവിലും തന്നെ ചികിത്സ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രോഗം കുറഞ്ഞു എന്ന് കരുതി ഒരിക്കലും സ്വയം ഇത് നിർത്തലാക്കരുത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് രോഗം ലക്ഷണങ്ങൾ കൂട്ടുന്ന അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ അലർജനുകളുമായുള്ള സമ്പർക്കം കുറയ്ക്കുക എന്നത്. ഉദാഹരണത്തിന് പഴയ വസ്തുക്കളിൽ അടിഞ്ഞുകൂടുന്ന പൊടി, അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന പുക, അതുപോലെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചില ഫംഗസുകൾ, വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള രോമങ്ങൾ, അതുപോലെ ചില ചെടികളിൽ നിന്ന് വരുന്ന പൂമ്പൊടികൾ, ഇതൊക്കെ അലർജനുകളാണ്. ഇവയുമായുള്ള സമ്പർക്കം ഉണ്ടായാൽ നമുക്ക് ആസ്മ രോഗലക്ഷണങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായി ആസ്മ രോഗം കൂട്ടുന്ന മറ്റൊരു ഘടകമാണ് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന അണുബാധകൾ. ഇത് ഉണ്ടാകാതിരിക്കാനായി നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഇന്ന് ലഭ്യമാണ്. അതിലൊന്നാണ് ഫ്ലൂ വാക്സിൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഉള്ള വാക്സിൻ. ഇത് വർഷത്തിൽ ഒരു തവണ എടുക്കേണ്ടതാണ്. രണ്ടാമതായി ന്യൂമോണിയ ഉണ്ടാകാതിരിക്കുവാൻ ന്യൂമോകോക്കൽ വാക്സിനും ആസ്മ രോഗികൾക്ക് എടുക്കാവുന്നതാണ്.